ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി മലബാർ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് ചൂടായി വന്നാൽ ഇനി അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, സവാള മാത്രമായാലും മതി. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള അട്ടിപ്പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫില്ലിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴങ്ങ് ചേർക്കാതെ ഉള്ളി മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കാരണം കിഴങ്ങൊക്കെ ഇട്ടത് കാരണം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കിഴങ്ങും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കിഴങ്ങ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ്സായിട്ട് കിട്ടുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് പിച്ചി എടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയാൽ ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പാകത്തിന് ഉപ്പോ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് ചെയ്തെടുക്കട്ടെ, സാധാരണ മസാല പോലെ റെഡിയാക്കി എടുത്താലും മതി. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കയ്യിൽ മൈദ ചേർത്ത് കൊടുക്കാം. 2 കയ്യിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇത് ദോശയായിട്ട് ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാം. പിന്നെ ദോശയുടെ ബാറ്ററിൽ കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇനി ദോശ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമുക്ക് ആ മാവ് വെച്ചിട്ട് എത്രയാണ് കിട്ടുന്നത് അത്രയും ചുട്ടെടുക്കാം. എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 7 ദോശയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ദോശ തന്നെയാണ്. അപ്പോൾ ദോശ എല്ലാതും ഇതുപോലെ ചുട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മുട്ടയുടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററിൽ മുട്ടയുടെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു 2 മുട്ടയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം.
അപ്പോൾ അട്ടിപ്പത്തിരിയിലേക്കുള്ള ബാറ്ററും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശയായിട്ട് എടുത്തിട്ട് ആദ്യം ഒരു ദോശ എടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിലൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടാണ് കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ദോശയുടെ എല്ലാ ഭാഗവും ഒന്ന് കവറായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് പ്രത്യേകിച്ച് സൈഡ് ഭാഗത്ത് മുട്ടയുടെ ഒരു തവി ബാറ്റർ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിലാണ് കാര്യമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്, എന്നാലേ കറക്റ്റ് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിന് മുകളിൽ വേറൊരു ദോശയും കൂടി എടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിന് മുകളിൽ മസാലക്കൂട്ട്, പിന്നെ സൈഡിലൂടെ ആയിട്ട് ഒരു തവി മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ ദോശ ഒന്നും കൂടെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറും സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് താഴ്ഭാഗത്തേക്കൊന്ന് ഉള്ളിലേക്കായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ സൈഡൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ മുട്ട ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ സൈഡ് ഭാഗമൊക്കെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ ഒരു മിക്സ് സൈഡിലും ഉണ്ടായിരിക്കണം. ഇനി ദോശ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ദോശ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ മുട്ടയുടെ ഒരു കവറിങ്ങും കൂടെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവസാനത്തെ ലെയറും സെറ്റ് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് മസാലയും പിന്നെ ബാക്കി വന്ന മുട്ടയുടെ കൂട്ടും മുകളിലായിട്ട് ഒഴിച്ചിട്ട് ഡെക്കറേഷന് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ വിതറിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അവസാനം മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് മുകൾ ഭാഗത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മുകൾ ഭാഗത്ത് സൈഡിലൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാൻ കുറച്ച് മുട്ട വേണം. അപ്പം ബാറ്റർ കുറച്ച് കുറവായത് കാരണം 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം, എന്നാൽ അടി പിടിക്കുകയില്ല. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മുട്ടയൊക്കെ സെറ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഹൈറ്റും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ മുട്ടയൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയും ചെയ്യാം. അപ്പോൾ ഉൾഭാഗം നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു ഹൈറ്റ് ഉള്ളത് കാരണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.